ഹായ് ഗൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തോട്ട് വായിച്ചു. എലൻ ജി വൈറ്റ് എന്ന എഴുത്തുകാരുടെ പുസ്തകത്തിൽ നിന്നാണ് ഞാനത് വായിച്ചത്. മനോഹരമായ ഒരു കാര്യം അവിടെ പറയുന്നത്, പ്രെയർ ഈസ് ദ ഓപ്പണിംഗ് ഓഫ് ദ ഹാർട്ട് ടു ഗോഡ് ആസ് ടു എ ഫ്രണ്ട്. ഇത് കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഇതിലൊരു ഡീപ്പ് വാല്യൂ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ലൈഫ് എങ്ങനെയാണ്? വി ആർ സോ ബിസി. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലേ? ഇതിനിടയിൽ നമുക്ക് നമ്മളെ തന്നെ ചില സമയങ്ങളിൽ മിസ്സാകാറുണ്ട്, ശരിയല്ലേ? ഈ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിൽ വരുന്ന ഒരു കാര്യം എന്താണ്? പള്ളിയിൽ പോയി അല്ലെങ്കിൽ വീട്ടിൽ മുട്ടുകുത്തി നിന്ന് കുറേ കാണാപ്പാടം ചെല്ലുന്നതായിട്ടുള്ള ഒരു പരിപാടി, അങ്ങനെയല്ലേ? സത്യം പറഞ്ഞാൽ അതല്ല പ്രാർത്ഥന. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ, ഞാൻ ഈ വാക്ക് ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ഞാനെങ്ങനെ നിന്നാൽ മോശമാണോ എന്നൊക്കെ? ഒരിക്കലും നാം അങ്ങനെ ചിന്തിക്കാറില്ല. യു ആർ ജസ്റ്റ് ബീയിങ് യുവർ സെൽഫ്. അവിടെ ഫിൽറ്ററുകളില്ല, അവിടെ യാതൊരു വിധമായ ജഡ്ജ്മെൻറ്റും ഇല്ല, ശരിയല്ലേ? അതുപോലെ തന്നെ ആയിരിക്കണം ദൈവത്തോടുള്ള നമ്മുടെ കോൺവെർസേഷനും എന്നാണ് എലൻ ജി വൈറ്റ് എന്ന എഴുത്തുകാരെ അവിടെ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു സാരം. നമുക്ക് പലപ്പോഴും സങ്കടം വരും, ഫ്രസ്ട്രേഷൻ വരും, എന്തിന് ചിലപ്പോൾ ദൈവത്തോട് തന്നെ ദേഷ്യം വരും. ഇറ്റ്സ് ഓക്കെ ടു സേ ദാറ്റ് ദൈവം എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നോ, അല്ലെങ്കിൽ എനിക്ക് നല്ല സങ്കടമുണ്ടോ എന്നോ ഒരു സുഹൃത്തിനോട് പറയുന്ന അത്ര ഫ്രീ ആയിട്ട് നമുക്ക് ദൈവത്തോട് പറയാനായിട്ട് കഴിയണം നമ്മുടെ ജീവിതത്തിൽ. വി ഡോണ്ട് നീഡ് എ ഹെവി വൊക്കാബുലറി ഫോർ പ്രയർ. നിങ്ങളുടെ ഹൃദയം ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി, അതാണ് ദൈവത്തിന് ആവശ്യം. ഇന്നത്തെ ഈ ക്രേസി വേൾഡിൽ ജഡ്ജ്മെൻറ്റ് ചെയ്യാതെ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട് എന്നറിയുന്നത് തന്നെ വലിയൊരു റിലീഫാണല്ലേ? നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ടാസ്ക്കായിട്ട് ഒരിക്കലും നിങ്ങൾ കാണുവാനായിട്ട് പാടില്ല. പകരം കൂടെയുള്ള ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് നോക്കൂ. ഇറ്റ് ലിറ്ററലി ചേഞ്ച് ദ വൈബ്. അത്രേ ഉള്ളൂ. See ya.